വിറയൊക്കെ നനഞ്ഞാലും കഷ്ടപ്പെട്ട് കത്തുന്നുണ്ട് കേട്ടോ. കത്തിയില്ലെങ്കിൽ ഗ്യാസിലൊന്നും പിന്നെ വെള്ളം വെക്കാൻ പറ്റത്തില്ലല്ലോ, കുടിക്കാനും കുളിക്കാനും ഒക്കെ. അതാ മലയുടെ മുകളിലൊക്കെ കണ്ടോ, നല്ല മഴ കേട്ടോ. പെട്ടെന്ന് തോട്ടിൽ കൂടെ വെള്ളം വരും. വേണ്ടോ, നമ്മളെ ശ്രദ്ധിക്കാതെയൊക്കെ തുണി നനയ്ക്കാനൊക്കെ നമ്മൾ നിന്നിട്ടുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളെയും വലിച്ച് തുണിയും നമ്മളെയൊക്കെ കൂടി വലിച്ചുകൊണ്ട് ഒറ്റ പോക്കാണ് അങ്ങോട്ട് മലവെള്ളം. നമ്മൾ ശ്രദ്ധിക്കാതെ ഈ വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ, ഒരു കുറച്ച് പ്രാവശ്യം നടന്നു പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാലിലൊക്കെ അങ്ങനെ എന്താ പറയുക, ചീറ്റി പുണ്ണെന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സംഭവമൊക്കെ വരും. നല്ല വേദനയൊക്കെ ഉണ്ടാവും, കാല് മുറിവായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും മഴ 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 മഴ, ഇത് തന്നെ മഴയുടെ പണി കേട്ടോ. മഴ പോവാറായിട്ടും പോകേണ്ട യാതൊരു ഉദ്ദേശവും കാണാനില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അടുപ്പ് ഇതാ വിറകൊക്കെ നനഞ്ഞിട്ട് കത്താൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മഴയാണെങ്കിലും കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഇതാ പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക. മഴയൊക്കെ പെയ്യുമ്പോഴേക്കും അടുക്കളയൊക്കെ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് ഞാൻ കഞ്ഞി വെച്ചിരുന്നേ, അതെന്തായി നോക്കാം. പയറ് കഞ്ഞി കേട്ടോ, എപ്പോഴും നല്ലതാണ് പയറ് കഞ്ഞി കഴിക്കുന്നത്. ഇതവിടെ ഒരാൾ കഞ്ഞി പറഞ്ഞ് റെഡിയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാനും കുറച്ച് കഞ്ഞി എടുത്തു. അതൊക്കെ വെള്ളമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങനെ വെള്ളമാണ് താഴത്തൊക്കെ. വെള്ളമൊക്കെ പുറത്ത് പോയെന്ന് സംശയമാണ്, അതൊക്കെ ഉള്ളിലോട്ടാണ് വരുന്നത്. പനിയായിട്ട് അംഗൻവാടി പോകാണ്ടിരിക്കുന്ന ആളാണ് മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതാ. അംഗൻവാടി പോയാൽ മിണ്ടാതിരിക്കും, പനിയായതുകൊണ്ട് അങ്ങനെ അവർ ഇരുത്തുമില്ല. ഉള്ളിലും വെള്ളം പുറത്തും വെള്ളം, പിന്നെ എവിടെ ഇരിക്കാനാണ്. ഇതുണ്ടോ, പെട്ടെന്ന് താഴത്ത് വെള്ളത്തിൽ ഇത്രയും വെള്ളം വന്നു തുടങ്ങിയതിൻ്റെ മുകളിൽ നിന്ന്. വെള്ളം അങ്ങനെ കലങ്ങിയ വെള്ളമായിരിക്കുന്നു. നല്ല അടിയൊഴുക്കുണ്ടാവും കേട്ടോ, ഇറങ്ങി നിന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വലിച്ചു കൊണ്ടുപോകും.